ഹലോ. അപ്പം നമ്മുടെ 6ാം ക്ലാസ്സിൻ്റെ മലയാളം എക്സാമാണ് നാളെ. അപ്പോൾ അതിന് നിങ്ങൾക്കൊരു മോഡൽ ക്വസ്റ്റ്യനാണ് ഇവിടെ കാണിച്ചു തരുന്നത്. ഇതിൻ്റെ മുൻപ് നമ്മൾ ക്വസ്റ്റ്യനും ആൻസറൊക്കെ എഴുതിയിട്ടുള്ള വീഡിയോ നമ്മുടെ ഫസ്റ്റ് ടേം എക്സാമിൻ്റെയും സെക്കൻഡ് ടേം എക്സാമിൻ്റെയും എല്ലാ ക്വസ്റ്റ്യൻസും ആൻസറും എഴുതിയ വീഡിയോ ഞാൻ ഇതിൻ്റെ താഴെ ലിങ്ക് കൊടുക്കാം. നിങ്ങളെല്ലാവരും അത് പോയി കാണണം. എങ്ങനെയാണ് കാര്യങ്ങൾ എഴുതേണ്ടത് എന്നുള്ളതിൻ്റെ എക്സാമ്പിൾസൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്കപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ മോഡലൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇങ്ങനെ ഒരു പാരഗ്രാഫ് തരും. എന്നിട്ട് അതിന്ന് 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇതേ പാരഗ്രാഫ് തരണം എന്നില്ല, അതുകൊണ്ട് ഞാനിത് വായിക്കുന്നില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് മറ്റൊരു പാരഗ്രാഫ് ആയിരിക്കും തരിക. അത് വളരെ സിമ്പിളായിരിക്കും. എന്നിട്ട് അതിന്ന് 4 ക്വസ്റ്റ്യൻസും വളരെ എളുപ്പമായിരിക്കും അല്ലേ, അത് വായിച്ചിട്ട് എഴുതാനുള്ള. ഓക്കെ, അപ്പോൾ ഇനി ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. സ്നേഹം നിറഞ്ഞ ഒട്ടേറെ അനുഭവങ്ങൾ ഓർമ്മിക്കുവാനുണ്ടായിരുന്നു എനിക്ക്. അവ ഓർമ്മിച്ചപ്പോൾ ഉണ്ടായ വികാരം എന്താണ്? ഇവിടെ ഈ ബ്രാക്കറ്റ് കൊടുത്തുകൊണ്ട് മാത്രം പറഞ്ഞതാണ് കേട്ടോ. ഇത് സങ്കടമാണ് കേട്ടോ അതിൻ്റെ ആൻസർ. അപ്പോൾ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യണമെന്നില്ല. ഇനി താഴേക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കാം കേട്ടോ. ഓക്കെ, കാര്യം നിങ്ങൾക്ക് വേറെ പാരഗ്രാഫ് ആയിരിക്കും തരുന്നുള്ളത്. ഓക്കെ, അപ്പം നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നൊരു ക്വസ്റ്റ്യനാണ് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക അല്ലേ. നമുക്കിങ്ങനൊരു കവിത തരും. എന്നിട്ട് നമ്മളോട് എന്താണ് അതിനെക്കുറിച്ച്, ആ കവിതയെക്കുറിച്ചൊരു ആസ്വാദനം തയ്യാറാക്കാൻ വേണ്ടി പറയും. അപ്പോൾ മുൻപ് 2 എക്സാമിന് തന്നിട്ടുള്ള കവിതകളുടെ ആസ്വാദനം അവിടെ എഴുതി ഇട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. കാണാത്തവരൊക്കെ ആ വീഡിയോസ് എടുത്ത് കാണാം കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ ആദ്യം തന്നെ നമുക്കൊരു തലക്കെട്ട് വേണം അല്ലേ. പിന്നീട് നമ്മൾ ഈ കവിത ഒരു തവണ വായിച്ചാൽ ചിലപ്പോൾ എല്ലാവർക്കും അതിലെ ആശയം മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് 1-2 തവണ വായിച്ച് നോക്കുക. സമയം അധികം മെനക്കെടുത്തരുത്. 2 തവണ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. എന്നിട്ട് കവിതയിലെ ആശയം ഉൾക്കൊള്ളിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള അറിയാനുള്ളത് എന്ന കവിതയാണ് അല്ലേ. അഭിരാമിയാണല്ലേ എഴുതിയത്. അപ്പോൾ നമുക്ക് എഴുതാം, പ്രശസ്ത എഴുത്തുകാരി അഭിരാമിയുടെ അറിയാനുള്ളത് എന്ന കവിതയാണ് തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് എന്ത് എഴുതണം, തുടങ്ങിയിട്ട് കവിത തുടങ്ങിയിട്ട് ഈ കവിയെ നമ്മൾ പരിചയപ്പെടുത്തണം അല്ലേ. അപ്പോൾ ഇത് അഭിരാമിയെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക. അത് നമുക്ക് എന്ത് എഴുതാം, എല്ലാ കവിത എഴുതിയതാണെന്നുണ്ടെങ്കിൽ കവിത എഴുതിയവരെയും നമുക്ക് പരിചയപ്പെടുത്തുമ്പോൾ പ്രശസ്ത എഴുത്തുകാരി അല്ലെങ്കിൽ പ്രശസ്ത എഴുത്തുകാരൻ എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം അല്ലേ. അതെല്ലാവർക്കും ചേരുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് പറഞ്ഞ് വേണം നമ്മൾ തുടങ്ങാൻ. എന്നിട്ട് ആദ്യം തന്നെ കവി പരിചയം, പിന്നീട് നമ്മൾ കവിത പരിചയപ്പെടുത്തി കൊടുക്കണം. ഓക്കെ, നമുക്ക് പഠിച്ചിട്ട് നമ്മളിത് വായിച്ചിട്ട് നമുക്ക് എന്താണോ മനസ്സിലായിട്ടുള്ളത് ആ ആശയം വേണം അല്ലേ. ഓക്കെ ആണല്ലോ. അപ്പോൾ തലക്കെട്ട് വേണം, കവിതയിലെ ആശയം വേണം. പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം, ഇതിനോട് എന്തെങ്കിലും അഭിപ്രായം എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചേർക്കാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികളുണ്ടെന്നുണ്ടെങ്കിൽ അതെഴുതാം. പിന്നെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ആസ്വാദനക്കുറിപ്പിൽ എഴുതാം കേട്ടോ. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ടിട്ട് നിങ്ങൾ അക്ഷരത്തെറ്റില്ലാതെ ഇത് എഴുതാൻ ശ്രമിക്കണം. പിന്നീട് നിങ്ങൾക്ക് ഈ കവിത വായിച്ചിട്ട് നിങ്ങൾ സ്വന്തം അഭിപ്രായവും കാഴ്ചപ്പാടും ഒക്കെ ഇതിൽ വ്യക്തമാക്കാം. ഓക്കെ ആണല്ലോ. അപ്പം നമ്മൾ ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ എന്തൊക്കെ വേണം, തലക്കെട്ട് വേണം, കവിതയിലെ ആശയം വേണം, അക്ഷരത്തെറ്റില്ലാതെ എഴുതണം, നമ്മൾ അഭിപ്രായം എഴുതാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ എഴുതാം, എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളതും എഴുതാം. ഓക്കെ, കവിയെ പരിചയപ്പെടുത്തണം, കവിത പരിചയപ്പെടുത്തണം. ഇത്രയും പോയിൻറ്റ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ബി ക്വസ്റ്റ്യൻ നോക്കാം. ആകാശം എന്ന അർത്ഥം വരുന്ന പദം ഏത്? അത് വാനം ആണ് കേട്ടോ. ഓക്കെ, അടുത്തത് നമ്മളോടൊരു വിശകലനക്കുറിപ്പ് തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താ, കടമ്മനിട്ട് അവതരിപ്പിക്കുന്ന പുഴയുടെ ദൈന്യതയും NP മുഹമ്മദിൻ്റെ അഭിപ്രായവും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ തന്നിട്ടുള്ളത് ഇതുപോലെ നമുക്ക് എന്താണോ തന്നിട്ടുള്ളത് അതാദ്യം വായിച്ച് മനസ്സിലാക്കണം. എന്നിട്ട് ആ സന്ദർഭം വിശകലനം ചെയ്തിട്ട് എഴുതണം കേട്ടോ. അപ്പം നമുക്ക് വായിച്ചിട്ട് എന്താണോ മനസ്സിലായത് അത് ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം നിരീക്ഷണം, നിങ്ങളുടെ അഭിപ്രായം എഴുതണം കേട്ടോ. അതുപോലെ തന്നെ അക്ഷരങ്ങൾ തെറ്റിക്കാതെ, നിങ്ങൾ ഈ മലയാളം എഴുതുമ്പോൾ അക്ഷരം തെറ്റിക്കാതെ എഴുതാൻ ശ്രമിക്കുക. 1-2 തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കുറച്ച് തെറ്റുകളൊക്കെ വരും, അതൊന്നും കുഴപ്പമില്ല. എന്നാലും നിങ്ങൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് എഴുതാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ബി ക്വസ്റ്റ്യൻ നോക്കാം. മാതൃക പോലെ മാറ്റി എഴുതുക. ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. മര പ്ലസ് പലകയാണ് മരപ്പലക. അപ്പോൾ വെള്ളപ്പരപ്പ് എന്താണ്, വെള്ള പ്ലസ് പരപ്പായിരിക്കും അല്ലേ. ഓക്കെ, വെള്ള പ്ലസ് പരപ്പാണ് കേട്ടോ. വെള്ള പ്ലസ് പരപ്പാണ് വെള്ളപ്പരപ്പ്.
നാലാമത്തെ പ്രവർത്തനമാണ് ഉപന്യാസം തയ്യാറാക്കാൻ. വിവാഹാഘോഷങ്ങളിലെ അനാവശ്യ ആഡംബരം ഒഴിവാക്കുക എന്ന വിഷയത്തിലാണ് നമ്മളോട് ഉപന്യാസം തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഉപന്യാസം തയ്യാറാക്കുമ്പോൾ നമ്മൾ പാരഗ്രാഫായിട്ടാണ് എഴുതേണ്ടത് അല്ലേ? അതെ. അപ്പോൾ ഗണ്ണികയായിട്ട് നമ്മൾ എഴുതണം. നമുക്കൊരു ഹെഡിങ് വേണം അല്ലേ? ഒരു തലക്കെട്ട് വേണം, ഒരു ആമുഖം വേണം അല്ലേ? എന്തിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു ആമുഖം, ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. പിന്നീട് നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, ചെറിയൊരു ആമുഖം കൊടുക്കുക, പിന്നീട് കാര്യങ്ങൾ വിശദീകരിക്കുക. അടുത്ത പാരഗ്രാഫിലാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടത്. പിന്നീട് അവസാനത്തെ പാരഗ്രാഫിൽ നമ്മൾ എന്ത് എഴുതണം? നമ്മുടെ കൺക്ലൂഷൻ അല്ലേ? അപ്പം നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ അഭിപ്രായങ്ങൾ നമുക്ക് രണ്ടാമത്തെ പാരഗ്രാഫിലും കൊടുക്കാം. ഏറ്റവും അവസാനം അത് നമ്മൾ ചുരുക്കി പറഞ്ഞ് എഴുതി നിർത്തണം. ഇങ്ങനെ ആഘോഷങ്ങളിലെ ഈ ആഡംബരങ്ങളൊക്കെ ആവശ്യമാണോ? അപ്പോൾ ആവശ്യമല്ല, ഇതൊന്നും അത്ര ആവശ്യമുള്ള കാര്യങ്ങളല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവസാനം നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാം? കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് ഉപസംഹാരം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ ഘടന നിങ്ങൾ ഫോളോ ചെയ്യണം കേട്ടോ. തലക്കെട്ട് വേണം, ആമുഖം വേണം, പിന്നെ വിശദീകരിച്ച് പാരഗ്രാഫായിട്ട് എഴുതണം, അവസാനം ഒരു കൺക്ലൂഷനും. അത്രയാണ് നമ്മുടെ ഉപന്യാസത്തിന് നോക്കുക. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഈ ഘടന ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്കൊരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്കൊരു 2 മാർക്ക് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കിട്ടും. ഓക്കെ, നിങ്ങളെ സബ്ജക്റ്റ് നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിലും നിങ്ങൾ പാരഗ്രാഫായിട്ടാണ് എഴുതിയത്, ഹെഡിങ് അതിന് യോജിച്ച ഹെഡിങ് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ അതൊക്കെ നിങ്ങൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പോൾ ആ ഘടന ഫോളോ ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. എന്തായിരുന്നു? ഹെഡിങ്, ആമുഖം, പിന്നീട് പാരഗ്രാഫായിട്ട് എഴുതണം, ഒരു കൺക്ലൂഷൻ വേണം. ഓക്കെ, യെസ്, വിശദീകരിച്ച് എഴുതണം കേട്ടോ കാര്യങ്ങൾ. അടുത്തതാണ് പ്രവർത്തനം 5. നോക്കാം. എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? വർണ്ണന തയ്യാറാക്കാം അല്ലേ? ഇരുവശവും നിറയെ പൂത്തുലഞ്ഞ മരങ്ങളുള്ള ഒരു ഇടവഴിയുടെ പ്രഭാത കാഴ്ചയെക്കുറിച്ച് വർണ്ണന തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നല്ല രസമായിട്ട് അവർ തന്നിട്ടുണ്ടല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി അവരെന്താ തന്നത്? സന്ധ്യാനേരത്തെ കടൽ തീരത്തെക്കുറിച്ചുള്ളൊരു വർണ്ണന തന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇടവഴിയുടെ പ്രഭാത കാഴ്ചയെക്കുറിച്ചിട്ട് വർണ്ണന തയ്യാറാക്കുക. അപ്പം നിങ്ങളുടെ നാട്ടിൽ ഉള്ള വഴിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതിയല്ലേ? എന്തൊക്കെ ഉണ്ടാവും? ചിലരുടെ നാട്ടിൽ ഇങ്ങനെ വേലി കെട്ടിയ വഴികളൊക്കെ ആയിരിക്കും അല്ലേ? അപ്പം അതുപോലെ തന്നെ കാട്ടുപൂക്കളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് വളരെ മനോഹരമായിട്ട് എഴുതാം കേട്ടോ. അപ്പം നിങ്ങളുടെ അനുഭവങ്ങളും, അതായത് നിങ്ങൾ കാണുന്ന രീതിയിലുള്ള ഇടവഴികളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അതൊക്കെ ഉൾക്കൊള്ളിച്ച്, ഉദാഹരണമൊക്കെ കൊള്ളിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് അവതരിപ്പിക്കാം. ഓക്കെ ആണല്ലോ? അപ്പോൾ എല്ലാ നാട്ടിലും ഇതുപോലെ ഇങ്ങനെ നാട്ടിടവഴികളൊന്നും ഉണ്ടാവണമെന്നില്ല അല്ലേ? അപ്പോൾ രാവിലെ ആകുമ്പോൾ എന്തുണ്ടാവും? മഞ്ഞൊക്കെ ഉണ്ടാവും, ചെറുതായിട്ട് മഞ്ഞൊക്കെ വീണിട്ടുണ്ടാവും. നല്ല ചെടികളൊക്കെ നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നുണ്ടാവും അല്ലേ? വളരെ പൂത്തുലഞ്ഞ് നിൽക്കുന്നുണ്ടാവും. അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ ആണല്ലോ? ബി ക്വസ്റ്റ്യൻ നോക്കാം. വിക്ടോറിയ വെള്ളച്ചാട്ടം എന്ന പാഠഭാഗം എസ്.കെ. പൊറ്റക്കാടിൻ്റെ ഏത് കൃതിയിൽ നിന്നെടുത്തതാണ്? ഏത് കൃതിയിൽ നിന്നാണ്? കാപ്പിരികളുടെ നാട്ടിലാണല്ലേ? യെസ്. ഓക്കെ, ലാസ്റ്റ് പ്രവർത്തനമാണ് സംഭാഷണം. സംഭാഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ? നമ്മളൊരു സംഭാഷണം എഴുതുമ്പോൾ നമ്മൾ പരസ്പരം സംസാരിക്കുന്ന പോലെ തന്നെ വേണം നമ്മൾ എഴുതാൻ അല്ലേ? അതുപോലെ തന്നെ നല്ലൊരു തുടക്കം ഉണ്ടാവണം, തുടക്കവും അതുപോലൊരു ഒടുക്കം ഉണ്ടാവണം, അവസാനവും തുടക്കവും നല്ലതായിരിക്കണം. പിന്നീട് നമ്മൾ ഡയലോഗ്സ് എഴുതുമ്പോൾ പരസ്പരം ഒരു ബന്ധം ഉണ്ടാവണം. ഒരാൾ പറഞ്ഞതിനോട് ചേർന്നിട്ടുള്ളതായിരിക്കണം അടുത്ത ഡയലോഗ്സും വരുന്നത് അല്ലേ? ഒരു കണക്ഷൻ ഉണ്ടാവണം ഡയലോഗ്സ് തമ്മിൽ, തുടർച്ചയുള്ള ഒരു ഡയലോഗ് ആവണം. അല്ലാണ്ട് നമ്മൾ ഒരാളൊരു കാര്യം പറയുന്നു, അതിനൊട്ടും ബന്ധമില്ലാത്ത ഡയലോഗ് അടുത്ത ആൾ പറയുന്നു, അങ്ങനെ എഴുതരുത് കേട്ടോ. ഓക്കെ ആണല്ലോ? അപ്പോൾ സംഭാഷണം പറയുമ്പം പരസ്പര ബന്ധം ഉണ്ടാകണം ഡയലോഗ്സ് തമ്മിൽ. പിന്നെ നല്ല തുടക്കം ഉണ്ടാവണം, ഒടുക്കം ഉണ്ടാവണം. പിന്നെ നമ്മൾ സംസാരിക്കുന്ന അതേ ഒരു ശൈലിയായിരിക്കണം നമ്മളെ സംഭാഷണത്തിൽ ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവുക. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുള്ള വീഡിയോ ആണ്. ഇതിൻ്റെ താഴെ ഞാൻ ലിങ്ക് കൊടുക്കും, നിങ്ങൾ കാണണം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും കേട്ടല്ലോ? അപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക. ഓൾ ദി വെരി ബെസ്റ്റ്.